ഹലോ എവ്രിവൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ശസ്തി അല്ലെങ്കിൽ ഒരു ബ്ലർബ് എങ്ങനെ എഴുതാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ എന്തൊക്കെ പോയിൻറ്റ്സ് അതിനകത്ത് ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം 9ാം ക്ലാസ്സിൽ ബൂഡി കാക്കി എന്ന് പറയുന്ന ഫിലിമിനെ ആസ്പദമാക്കിയ ഒരു ശസ്തി നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഉണ്ട്, എന്തെങ്കിലും ഒരു മൻപസന്ത് ശസ്തി തയ്യാർ കീജിയെ എന്ന് പറഞ്ഞ്. സോ എനിവേസ് നമ്മളുടെ ടെക്സ്റ്റിൽ തന്നെ ഒരു ശസ്തി കൊടുത്തിട്ടുണ്ട്, ഗോദാൻ്റെ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ശസ്തി എങ്ങനെ എഴുതാം തുടങ്ങിയ പോയിൻറ്റ്സും നമ്മൾ ഇതിനൊപ്പം തന്നെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് കിതാബ് കി ശസ്തി ക യെ നമൂന പഠയം. എന്താണ്, ഒരു എക്സാമ്പിൾ കൂടി തന്നിട്ടുണ്ട് ബൂഡി കാക്കിയുടെ കൂടെ തന്നെ. അത് ഗോദാൻ എന്ന് പറയുന്ന നോവൽ, പ്രേംചന്ദ് എഴുതിയ ഒരു നോവലാണ്. ഓക്കെ, അതിന് എന്താണ്, ബൂഡി കാക്കിയും പ്രേംചന്ദ് എഴുതിയ ഒരു സ്റ്റോറിയാണ്. അത് പിന്നീട് ഗുൽസാർ ഫിലിമാക്കി. ഇത് ഗോദാൻ എന്ന് പറയുന്ന പ്രേംചന്ദ് എഴുതിയൊരു നോവലാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ എഴുതിയിട്ടുള്ളൊരു ശസ്തിയാണിത്. ഓക്കെ, നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ എന്തൊക്കെ പോയിൻറ്റ്സ് ഉണ്ടെന്നും നോക്കാം. प्रेमचंद के उपन्यासों में एक तरफ तो किसान जीवन का विशद चित्रण मिलता है എന്ന് വെച്ചാൽ പ്രേംചന്ദിൻ്റെ ഉപന്യാസങ്ങൾ, അല്ലെങ്കിൽ ഉപന്യാസ് മീൻസ് നോവൽസിൽ എന്താണ്, കർഷകരുടെ ജീവിതമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ओके, वहीं दूसरी ओर उनमें पतनशील और उदीयमान सामाजिक शक्तियों की असाधारण पहचान दिखाई देती है. അതായത് അടിച്ചമർത്തപ്പെടുന്നവരുടെയും അല്ലെങ്കിൽ അടിച്ചമർത്തുന്നവരുടെയും ജീവിതം നമുക്കതിനകത്ത് കാണാൻ കഴിയും. അതായത് കർഷകരുടെയും അതുപോലെ തന്നെ സമ്പത്തുള്ള ധനികരുടെയും ജീവിതം നമുക്ക് അദ്ദേഹത്തിൻ്റെ രചനകളിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, ഫസ്റ്റ് ആ നോവൽ ഏതാണ്, അതിൻ്റെ പേര് ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ആരെഴുതിയതാണ്, ഇപ്പോൾ പ്രേംചന്ദ് എഴുതിയതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രചനകളിൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, കിസാൻ ജീവൻ കാ വിശദ് ചിത്രം, കർഷകരുടെ പ്രശ്നങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ രചനകളിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഫസ്റ്റ് സെൻറ്റൻസ് കൊടുത്തിട്ടുള്ളത്. ഗോദാൻ ഓക്കെ, ഇനി എന്താണ്, ഗോദാനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഗോദാൻ അനേക അർത്ഥവുമേ സർവ്വത അനൂഠി രചന ഹെ. പല അർത്ഥങ്ങളിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു യുണീക്കായിട്ടുള്ള ഒരു എന്താണ്, ഒരു റൈറ്റിംഗ് തന്നെയാണ് ഗോദാൻ എന്ന് പറയുന്നത്. इसमें मुनाफे और मेहनत की दुनिया के बीच गहराती खाई को उन्होंने बड़ी बारीकी से चित्रित किया है. എന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്വാനിക്കുന്ന ജനങ്ങളുടെയും അതുപോലെ തന്നെ അതിൽ നിന്ന് ലാഭം കൊയ്യുന്ന മുതലാളി വർഗത്തെയും അദ്ദേഹം എന്താണ്, അവർ തമ്മിലുള്ള ആ ഒരു വിടവിനെ അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് തൻ്റെ നോവൽസിൽ ചിത്രീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഗോദാനിൽ അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, ഫസ്റ്റ് നമ്മൾ നോക്കി ആരെഴുതിയതാണ്. അപ്പോൾ പ്രേംചന്ദിനെ കുറിച്ചൊരു ചെറിയ ഒരു പോയിൻ്റ്, ഒരു സെൻറ്റൻസേ ഉള്ളൂ. അപ്പോൾ അതിൽ അദ്ദേഹത്തെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അടുത്ത സെൻറ്റൻസ് എന്ന് പറയുന്നത് ഗോദാനെക്കുറിച്ചാണ്. ഗോദാനകത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത്, അതിനെക്കുറിച്ച് 2 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. नेक्स्ट ആണ് गोदान में अनेक किसान पात्रों को उपहार कर रखने के बदले उनका ध्यान घोरी पर केंद्रित रहा है. അപ്പോൾ നമ്മൾ ശസ്തിയിൽ ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞാണ് ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ, നമ്മളുടെ രചനയിലെ മെയിൻ ക്യാരക്ടർ ആരാണ്, അയാളെക്കുറിച്ചും എന്താണ് ശസ്തിയിൽ നമ്മൾ പറയുമെന്ന് ഞാൻ തന്നെ പറഞ്ഞായിരുന്നു. മീൻസ് നമ്മുടെ ടെക്സ്റ്റ് തന്നെയുണ്ട്. गोदान में अनेक किसान पात्रों को उबार कर रखने के बदले उनका ध्यान होरी पर केंद्रित रहा है. ഹോരി എന്ന് പറയുന്ന ഗോദാൻ എന്ന് പറയുന്ന നോവലിലെ മെയിൻ ക്യാരക്ടറാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഫോക്കസും ഹോരിയിലാണ് റൈറ്റർ കൊടുത്തിരിക്കുന്നത്. ഹോരിയുടെ പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതവും ആണ് നമുക്ക് ആ നോവലിലുടനീളം കാണാൻ കഴിയുന്നത്. ഉസ്കെ ചരിത്രമേ ഉൻ തമാം കിസാനോ കി വിശേഷതായ മൗജൂദ് ഹെ. എന്താണ്, ആ ഒരൊറ്റ ക്യാരക്ടർ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ കർഷകർ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും, അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജോ സമീന്ദാരോ और महाजनों की धीमे धीमे किंतु बिना रुके चलने वाली चक्की में पिसने के लिए അഭിശബ്ദ ഹെ. ചക്കി എന്ന് പറയുന്നത് നമ്മൾ പൊടിക്കാൻ ഉപയോഗിക്കുന്നൊരു ഉപകരണം എന്ന് പറയാൻ പറ്റില്ല, ഒരു ടൂളാണ്. ഓക്കെ, നമ്മൾ എന്താണ്, ധാന്യങ്ങൾ പൊടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അരകല്ലല്ല, പക്ഷെ അങ്ങനെ ഒരു ഉപകരണമാണ് ചക്കി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ജോ സമീന്ദാരോ और महाजनों की धीमे धीमे किंतु बिना रुके चलने वाली चक्की में पिसने के लिए अभिशब्द है. അതായത് സെമീന്ദാറുണ്ട്, അതുപോലെ തന്നെ സമ്പത്തുള്ള വർഗത്തിൻ്റെ എന്താണ്, അവരാൽ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സാധാരണക്കാരായ കർഷകരുടെ ജീവിതമാണ് ഈ നോവലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ശപിക്കപ്പെട്ട
കർഷകരുടെ ജീവിതം. ബാർ ബാർ പഠനെ കെ ബാദ് ഭി ഇസ് രചന കി താസി ഖത്തം നഹി ഹോത്തി. എന്താണ്, വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ ഈ രചനയുടെ ഫ്രഷ്നെസ് ഒരിക്കലും അവസാനിക്കുന്നില്ല, നമുക്ക് വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നും. യേ ഇസ്കി മഹാനത ഹൈ, ഇതാണ് ഇതിൻ്റെ മഹത്വം. ഓക്കെ, അത്രയും പറഞ്ഞൊരു എക്സ്ട്രാ ഡോട്ട് വിട്ടിട്ട് ആ ശസ്തി അവിടെ തീരുവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് ഒരു ശസ്തിയുടെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം അതെല്ലാം തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഗോദാൻ എന്ന് പറയുന്ന ടൈറ്റിലുണ്ട്. ആരെഴുതി? പ്രേംചന്ദ്. അദ്ദേഹത്തിൻ്റെ രചനകൾ, അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ രചനയെക്കുറിച്ച് ഓരോരോ സെൻറ്റൻസ് വീതമുണ്ട്. പിന്നീട് നമ്മൾ കൊടുത്തിരിക്കുന്നതിനകത്ത് ഗോദാനെക്കുറിച്ചാണ്. ഓക്കെ, ഗോദാനെക്കുറിച്ച് 2 സെൻറ്റൻസ് ഉണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നത് എന്താണ് അതിനെക്കുറിച്ച്. പിന്നെ ഉള്ളത് അടുത്ത പാരഗ്രാഫിൽ അതിലെ മെയിൻ ക്യാരക്ടർ ആരാണ്. ഗോദാൻ എന്ന് പറയുന്ന ഉപന്യാസം അല്ലെങ്കിൽ നോവലിലെ മെയിൻ ക്യാരക്ടർ ആരാണ്? ഹോരിയാണ്. അപ്പോൾ ഹോരിനെ കുറിച്ചുള്ള 2 പോയിൻറ്റ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ബാർ ബാർ പഠനെ കെ ബാദ് ഭി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താണ്, ആ നോവലിനെ കുറിച്ചുള്ളൊരു വളരെ ആലങ്കാരികമായ ഒരു 2 സെൻറ്റൻസോട് കൂടിയാണ് നമ്മളുടെ ശസ്തി അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് ഒരു ശസ്തിക്കകത്ത് വേണ്ടത്. അപ്പോൾ നമ്മൾ ഏത് രചനയാണെങ്കിലും, ഇപ്പോൾ ഒരു ഫിലിമാണെങ്കിലും നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ഫിലിമാണെങ്കിൽ ആ ഫിലിമിൻ്റെ പേരെഴുതുക, അതിനുശേഷം ഡയറക്ടർ, പിന്നെ ഇപ്പോൾ സ്റ്റോറി എഴുതിയത് ആരാണ് അറിയാമെങ്കിൽ എഴുതുക. ഓക്കെ, പിന്നെ അതിനകത്ത് ആ ഫിലിമിനകത്ത് മെയിൻ തീം എന്താണ് അത് കൊടുക്കുക. അതിനുശേഷം അതിലെ മെയിൻ ക്യാരക്ടർ ആരാണ് അതിനെക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം എന്താണ് ലാസ്റ്റ് ഇതുപോലെ തന്നെ കുറച്ച് ആലങ്കാരികമായിട്ടുള്ള 2 സെൻറ്റൻസ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ശസ്തി നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഗോദാൻ്റെ എക്സാമ്പിൾ, നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ്. സോ നമ്മൾ വരുന്ന വീഡിയോസിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഗൈസ്, സീ ഓൺ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.